ആൻഡ് ഡയറ്റീഷ്യൻ ആതിര. വർക്ക് സ്ട്രെസ്, പേഴ്സണൽ ടെൻഷൻസ്, എക്സാം പ്രഷർ ഇതിലൂടെയൊക്കെ കടന്നുപോയവരോ അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്നവരോ ആയിരിക്കും നമ്മളിൽ പലരും, അല്ലെ? ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? ഒട്ടുമിക്ക ആൾക്കാരും നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഫുഡ് എടുത്ത് കഴിക്കും. ഞാൻ എടുക്കുന്ന സ്ട്രെസ്സിനിടയിൽ ചിലപ്പോൾ ഞാൻ 3-4 ബിരിയാണി കൂടുതൽ കഴിച്ചു, അല്ലെ? ഞാനും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. ഇതിന്റെ പിന്നിലെ മെക്കാനിസം എന്തെന്ന് അറിയണ്ടേ? നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ നമ്മുടെ ബോഡിയിലെ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ റിലീസ് ചെയ്യും. ഈ ഹോർമോണ് നമുക്ക് മധുരമുള്ളതോ ഭയങ്കര കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ നല്ല കലോറി കൂടിയ ഭക്ഷണങ്ങളോടോ കഴിക്കാനുള്ള ക്രേവിങ്സ് കൂട്ടും. ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള ഡോപ്പമിൻ റിലീസ് ട്രിഗർ ചെയ്യും. അങ്ങനെ കുറച്ചു നേരത്തേക്കെങ്കിലും നമുക്ക് നമ്മുടെ സ്ട്രെസ് ഒഴിവാവാം. പക്ഷെ ഇതേ ഭക്ഷണം തന്നെ നമ്മുടെ ഡോപ്പമിൻ റിസപ്റ്റേഴ്സിന്റെ എഫക്റ്റീവ്നെസ് കുറയ്ക്കും. അങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളോടുള്ള ക്രേവിങ്സ് കൂടുതൽ കൂട്ടും. ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തുകൾ ഒട്ടേറെയാണ്. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, വെയിറ്റ് ഗെയിനിങ്, ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഇങ്ങനെ പലതാണ്. ഇതെല്ലാം നമുക്ക് തടയിടണ്ടേ? ഇതിനായിട്ട് 3 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് വൺ, ഹെൽത്തി സ്നാക്സ് കീപ്പ് ചെയ്യുക. ഫ്രൂട്ട്സ്, നട്ട്സ്, വെജിറ്റബിൾസ്, ഹോൾ ഗ്രെയിൻസ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ കീപ്പ് ചെയ്യാൻ നോക്കുക. സെക്കൻഡ് വൺ, റെഗുലർ ഈറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കറക്റ്റ് ടൈമിന് കഴിക്കാൻ നോക്കുക. കഴിക്കുന്ന ഭക്ഷണം ആസ്വദിച്ച് പയ്യെ ചൂ ചെയ്ത് കഴിക്കാൻ നോക്കുക. തേർഡ് വൺ, ആക്ടിവിറ്റി ലെവൽ കൂട്ടുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹോബി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വളർത്തിയെടുത്താലും മതി. സ്വിമ്മിങ്ങോ ഡാൻസിങ്ങോ അല്ലെങ്കിൽ വാക്കിംഗ് എങ്കിലും മിനിമം ചെയ്യാൻ നോക്കുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ സ്ട്രെസ് ഈറ്റിംഗ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഹെൽത്ത് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും.